കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ രാഹുലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം മനോഹർ പുറത്തിറങ്ങിയിരിക്കുവാണ്. എന്തു വില കൊടുത്തും സരയും മിക്കവാറും അവനെ തീർക്കും. ഒരു പക്ഷെ അങ്ങനെ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് തന്നെ അവനെ ഇല്ലാതാക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ മോളുടെ ജീവിതം കൂടെ നശിച്ചു പോകും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രാഹുലിന് നല്ല ടെൻഷനായി. പിന്നീട് രാഹുൽ അങ്ങോട്ടേക്ക് കയറി വരണ സമയത്ത് വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിനടുത്തേക്ക് രാഹുൽ ചെന്നു. ഈ സമയം വിക്രം ചോദിച്ചു, അല്ല ആരാ രാഹുലങ്ങളെ കാണാൻ വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് രാഹുൽ ആ കാര്യം പറയണേ. എടാ സരിയുവാടെ എന്നെ കാണാൻ വന്നേ, എന്റെ മോളെ എന്നെ കാണാൻ വന്നേ. അവനുണ്ടല്ലോ ആ മനോഹർ, അവൻ ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, എന്തു കുഴപ്പം? എടാ ഒന്നും പറയണ്ട. അവന് പരോള് കിട്ടിക്കഴിഞ്ഞപ്പോ ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവന് എന്റെ കൊച്ചുമോളുടെ പിന്നാലെ ആടാന്ന് പറഞ്ഞു. കൊച്ചുമോളുടെ പിന്നാലെ? അതെ, സരിയും ശാരിയും കൂടെ എന്റെ ഭാര്യയും കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന സമയത്ത് അവിടെ വെച്ച് അവൻ കൺമണി മോളെ എടുത്തോണ്ട് പോയെന്ന്. മോളെ എടുത്തോണ്ട് പോയെന്ന്? എന്നിട്ട് എന്താവാനാ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ചാ കുറച്ച് കഴിഞ്ഞപ്പം സരിയും ശാരിയും മോളെ കാണാതെ വന്നപ്പോ അതിലൂടെയൊക്കെ അന്വേഷിച്ചു. ആ സമയത്ത് അവൻ അവിടെ തന്നെ മോളെ എടുത്തിടത്ത് തന്നെ കൊണ്ടു വെച്ചിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞെന്ന്. പക്ഷേങ്കില് അത് ഇവനാന്നുള്ള കാര്യം സരുവിനെ അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവൾ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് പരോള് കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പൊ തന്നെ അവൾക്ക് സംശയമായിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടില്ലെന്നാ പറഞ്ഞേ. അത് മാത്രമല്ല, അവനെ തീർക്കണമെന്ന് ഒറ്റ ചിന്തയോട് കൂടിയിട്ടാ അവള് പോയിരിക്കുന്നേ. വിക്രം പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്കളെ? എന്ത് ചെയ്യാനാ? അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവനെ മിക്കവാറും അവള് തീർക്കാൻ ശ്രമിക്കും. എന്റെ മോൾക്ക് അത് അപകടം ഉണ്ടാക്കൂടാ. എന്റെ മോളുടെ ജീവിതം ജയിലിലായി തീരും. എനിക്ക് ഇവിടെ വെച്ച് അവനെ തീർക്കാൻ പറ്റിയില്ലോ. ശരിക്കും ആദ്യത്തെ ആ അടി അവന്റെ തലയ്ക്ക് ശരിക്കും കൊള്ളുമായിരുന്നെങ്കിൽ അവനെ ഈ ഭൂമിയിൽ ജീവനോടെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടവൻ വിക്രം പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ട. സാരു ചിലപ്പോ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അല്ലാതെ അങ്കിൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അവൾക്ക് അവനെ കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല എന്ന് പറയണം. മുമ്പത്തെ പോലെ ഒന്നും അല്ല മനോഹർ, അറിയാലോ. എനിക്കതൊക്കെ അറിയാടാ. പക്ഷെ ഉണ്ടല്ലോ, ഇവിടേക്ക് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ ഗംഗാപ്രസാദ് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ആ ഗംഗയെ എങ്ങനെയൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞ് അവനെ അങ്ങ് തീർക്കായിരുന്നു മനോഹറിനെ എന്നൊക്കെ രാഹുൽ പറഞ്ഞു. വിക്രം പറഞ്ഞു, വിഷമിക്കണ്ട അങ്കിള് ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞു വിക്രം സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം സരുവിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവള് നേരെ പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാ. അവിടെ ചെല്ലണം. ഒരു പക്ഷെ തന്റെ മോളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത് അവനായിരിക്കും. ആ മനോഹർ അവൻ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. മോള് കരഞ്ഞിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞേ. മോളെ വന്ന് എടുക്കണ സമയത്ത് അങ്ങനെ കരഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവളുടെ അച്ഛൻ തന്നെ ആയിരിക്കുന്ന, അവൻ തന്നെ ആയിരിക്കണം. ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് CCTV ദൃശ്യങ്ങൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ആരാ എന്താണെന്നൊക്കെ വിവരങ്ങൾ കിട്ടിയിരിക്കും. അങ്ങനെയൊക്കെ കരുതിയിട്ട് സരിവ് നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കിരണും ബൈജുവും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാർത്തികയും കല്യാണിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ലക്ഷ്മിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് വഴിക്ക് വെച്ച് മനോഹറിനെ കണ്ട കാര്യം പറയാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല മോനെ, അവന് പരോള് കിട്ടി എത്ര ദിവസമാ എന്നൊക്കെ ചോദിച്ചു കഴിയും. പറഞ്ഞു, അതെ 2-3 ദിവസം, എന്താണ് കുറച്ച് ദിവസം എന്താണ് അവനിവിടെ കാണും. പെട്ടെന്നൊന്നും അവന് പോകത്തില്ല. പക്ഷെ അതിനുള്ളിൽ എന്ത് വേണം സംഭവിക്കാൻ ലക്ഷ്മിയമ്മ എന്ന് പറയണേ. എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ, അല്ല സരയും ഉണ്ടല്ലോ, സരയും മിക്കവാറും അവനെ കൊല്ലാനായിട്ട് ആളെ വരെ ഏർപ്പാടാക്കാം. അവനാണ് ഒരേ നിർബന്ധം, അവന്റെ മോളെ കാണണമെന്ന്. ഒരു തവണ അവൻ കണ്ടു, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് അവൻ കുഞ്ഞിനെ കണ്ടുപോലും. കുഞ്ഞിനെ എടുത്തെന്നൊക്കെ പറയണു. ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയില്ല. കല്യാണി പറഞ്ഞു, അല്ല ഈ പറയുന്ന മനോഹറിന് അവന്റെ കുഞ്ഞിനെ കാണാനുള്ള അവകാശം ഇല്ലേ കിരണേട്ടാ? അത് എത്രയാന്ന് പറഞ്ഞാലും നിഷേധിക്കാൻ പറ്റില്ലോ. മുമ്പത്തെ പോലെ ഒന്നും അല്ല മനോഹർ, അവന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവന് കുഞ്ഞെന്ന് വെച്ചാൽ അത്ര ജീവനാന്ന് തോന്നേ. അതുകൊണ്ടല്ലേ കുഞ്ഞിനെ കാണണമെന്ന് മാത്രം അവൻ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ച് അവൻ അത് തന്നെയാ പറഞ്ഞിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ആരോട് പറയാനായിട്ടാ? സാരു എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കാണെങ്കിൽ മനോഹറിന്റെ പേര് കേൾക്കുന്ന തന്നെ ദേഷ്യമാ. ഇനിയിപ്പൊ അവൻ പരോളിന് ഇറങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാനും കൂടെ മടിക്കില്ല അവള്. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ മോനെ, രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹറും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സരിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ വട്ടം കല്യാണി മോളെ കൊല്ലാനായിട്ട് ശ്രമിച്ച, അതുപോലെ തന്നെ എന്തൊക്കെ പരിപാടികൾ ചെയ്താ
സരയുവിന്റെ അച്ഛനും ഒക്കെ ചേർന്ന് രണ്ടുപേരും ആ കാര്യത്തിൽ തുല്യദുഃഖിതരല്ലേ. രണ്ടുപേരും നന്നായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സരയുവിന് മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ മനോഹറിന് എന്തുകൊണ്ട് മാറ്റം ഉണ്ടായിക്കൂടാ? അവനും മാറിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാനല്ലേ സരയുവിന് പറ്റത്തുള്ളൂ. സരയു അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അവളിപ്പോ പുണ്യവതിയായിട്ട് അവനെ കൊല്ലാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൾക്ക് ചേരുന്നൊരു ബന്ധമായിരുന്നു അവന്. കാരണം അവളും അതുപോലെ തരികട തന്നെയായിരുന്നല്ലോ. കിരൺ പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ അവളുടെ മനസ്സിലെ ചിന്ത അവളുടെ ജീവിതം അവൻ താർത്തെന്നും പറഞ്ഞോണ്ടാ അവനെ കൊല്ലാനായിട്ട് അവള് നടക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് ശരിയാ. സരയുവിനോട് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല. അവനെ കൊന്നു കഴിഞ്ഞാലോ അവൾക്ക് സമാധാനം ആകത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ശേഷിച്ച ജീവിതം ജയിലിലായിരിക്കും. ആ കുഞ്ഞിന്റെ ഭാവി പോവും. എത്രയാന്ന് പറഞ്ഞാലും അച്ഛനും മരിച്ചു, അമ്മയും ജയിലിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഭാവി എന്താ? കിരൺ പറഞ്ഞു, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ കല്യാണി പറ്റുള്ളൂ. അതൊക്കെ മനസ്സിലാക്കേണ്ട ആള് അവളല്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് സരയു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. അല്ല, കുറച്ചു മുമ്പ് ഞാൻ ഇവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാ. ആ സമയത്ത് എൻ്റെ കുട്ടിയെ ഇവിടെ വെച്ച് കാണാതെ പോയത്. ഓ, മനസ്സിലായി. ഇപ്പൊ എന്താ മാഡം വന്നേന്ന് ചോദിച്ചു. അല്ല, അത് ആരാ കുഞ്ഞിനെ എടുത്തതെന്ന് ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ മാഡം കുറച്ച് താമസമൊക്കെ ഉണ്ടെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, എനിക്കത് ആരാ എന്താന്ന് അറിയണം എന്ന് പറയാണ്. ഒടുവില് സരയു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്മതിച്ച അയാള് CCTV ദൃശ്യങ്ങളൊക്കെ കാണിക്കാന്ന്. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ സരയു നോക്കുവാണ്. അപ്പോഴാണ് സരയു ആ കാഴ്ച കാണുന്നത്. മനോഹർ വരുന്നു. മനോഹർ വന്നും തൻ്റെ മോളെ എടുക്കുന്നു. താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. അപ്പൊ തൻ്റെ കുഞ്ഞിനെ എടുത്തത് മനോഹറാണ്. അവനാണ് ഇതിനെല്ലാം പിന്നില്. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സരയുവിന് നല്ല ദേഷ്യമായി. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, ടെക്സ്റ്റൈൽ ഷോപ്പുകാരൻ ചോദിച്ചു, അല്ല മാഡത്തിന് അറിയാവോ ഇയാളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സരയു പറഞ്ഞു, അറിയാന്ന് പറയാ, ഇയാളാ കുഞ്ഞിനെ എടുത്തേ, അതുകൊണ്ടായിരിക്കും കുഞ്ഞ് കരയാതിരുന്നേന്ന് പറയാണ്. സരയുവിന്റെ സകല നിയന്ത്രണം വിട്ടാണ് സരയു അവിടെ നിന്ന് ഇറങ്ങണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. തൻ്റെ മോളെ സ്വന്തമാക്കാനായിട്ട് അവൻ വന്നിരിക്കുന്നത്. അവനെ തീർക്കണം. പിന്നീട് സരയു എന്ത് ചെയ്തു, ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ നമ്പർ തപ്പിയെടുക്കുകയാണ്. തപ്പിയെടുത്തതിന് ശേഷം അവരെ വിളിച്ചിട്ട് സരയു പറഞ്ഞു, എനിക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം എന്നൊക്കെ പറയാണ്. ഒടുവിൽ അവരെ കാണാനായിട്ട് ചെന്നു. കാണുന്ന സമയത്ത് സരയു അവരോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഇവനെ എത്രയും പെട്ടെന്ന് തീർക്കണം. നിങ്ങൾ പറഞ്ഞ തുക ഞാൻ തരാം. പക്ഷെ എനിക്ക് കേൾക്കേണ്ട ഒരു കാര്യം മാത്രം, ഇവന്റെ മരണവാർത്ത ഇവനെ കൊന്നു തള്ളിയേക്കണം. പിന്നെ ഇവന്റെ ബോഡി പോലും കണ്ടു കിട്ടലെന്ന് പറയണം. അപ്പോഴേക്കും അവർ പറഞ്ഞു, അതെ, കുറച്ച് പൈസ ചെലവാകും, എത്ര രൂപ വേണേലും തരാം. ഇപ്പൊ ഇത് വെച്ചോളാനും പറഞ്ഞ് കുറച്ച് അഡ്വാൻസും കൂടെ കൊടുത്തു. ഇവനെ തീർക്കാൻ മാത്രമാ. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ എന്റെ പിന്നാലെ പോലീസൊന്നും വരാൻ പാടില്ല. അത് കേട്ടോ അമ്മമാര് പറഞ്ഞു, അതൊന്നും വരില്ല മാഡം, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറയണം. പിന്നെ ഈ ഫോട്ടോയെ കാണുന്നവനൊരു തരികടയാ, അവനൊരു ജയിൽ പുള്ളിയാ. അതുകൊണ്ട് എന്ത് മറുമായം കാണിച്ചു നിങ്ങളുടെ മുന്നിൽ നിന്ന് മുങ്ങാൻ ശ്രമിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. സരയുവിന് സമാധാനമായി. ഇമാര് തന്നെ ചെയ്യട്ടെ, ബാക്കി എന്താന്ന് വെച്ചാ താൻ ചെയ്യാന്നൊരു ചിന്തയായിരുന്നു സരയുവിന്. ഒരാത്മസംതൃപ്തിയൊക്കെ സരയുവിന് കിട്ടി. ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല. അവൻ തന്റെ മോളെ ശല്യപ്പെടുത്താൻ വരില്ല. അവൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോകും. അവനുള്ള കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ, മനോഹരനുള്ള കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ സരയുവിന് സന്തോഷമായിരുന്നു. അതേസമയം ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് മാർട്ടിനും കൂട്ടിനും കൂടെ വരുവാണ്. പിന്നീട് ഗംഗയോട് കാര്യങ്ങളൊക്കെ പറയാണ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചെറുക്കന്റെ വീട്ടിലും അതുപോലെ തന്നെ പെണ്ണിന്റെ വീട്ടിലും. ആ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യം ചെക്കന്റെ വീട്ടിലേക്ക് തന്നെ പോണം. അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അവിടെ കയറി കൂടണമെന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാർട്ടിൻ പറഞ്ഞ, റിസ്ക് അറിയാലോ, പിടിക്കപ്പെട്ടുണ്ടേ തീർന്നു. നിന്റെ തലയ്ക്ക് വില ഇട്ടിരിക്കുവോ സർക്കാർ. അതൊന്നും ഓർത്ത് എനിക്കൊരു പേടിയില്ല മാർട്ടിനെ. ഇതുപോലെ എത്ര കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള. ചെന്നൈ കിടന്ന് വില സേവന ഞാൻ. അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് പോകാനൊക്കെ എനിക്കറിയാം. ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയണം. അങ്ങനെ ഗംഗാപ്രസാദ് അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസത്തിനുള്ളിൽ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് വേലു അമലുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമലുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് അമലുവിന്റെ പണ്ടത്തെ ആ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ വേലുവിനോട്. അത് മാത്രമല്ല, ആ സങ്കടങ്ങളൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. തന്റെ വയറ്റുള്ള ആ വിഷവിത്ത് പോയല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു സമാധാനമൊക്കെ അമലുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. വേലുവിന് ഒരു സമാധാനമുണ്ട്. അമലുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമലുവിന്റെ കാര്യത്തിൽ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് സ്വഭാവത്തില്. കാരണം മുമ്പത്തെ പോലെയുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആ കരച്ചിലൊക്കെ ഒന്ന് നിന്നു.
പിന്നെ ജീവിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമലുവിന് ഇപ്പം ജീവിക്കണമെന്നൊരു പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. പോരാത്തേന് അവനെ തീർക്കണം, എന്ത് വന്നാലും ഗംഗാപ്രസാദിനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വേലുവിനോട് പറഞ്ഞു, അത് മാത്രം ചെയ്തു തരണം, അവനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി, അവനെ ഞാൻ തീർത്തോളാം, എൻ്റെ അച്ഛനെ കൊന്നവനാ, അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേലുവേണ്ട പറ്റില്ലേ പറ, ഞാൻ അവനെ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞു. വേലു പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അമലു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കും എന്നൊക്കെ അമലുവിനോട് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.